പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് സംഭവിക്കുന്നത് മൂലം സഹിക്കാനാവാത്ത ദുഃഖം നമുക്കുണ്ടാവുകയോ തീവ്ര ദുഃഖത്തിൽ നാം അകപ്പെട്ടു പോവുകയോ ചെയ്താൽ നമ്മെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. ആജീവനാന്തം ദുഃഖം നിലനിന്നാൽ പോലും അത് സഹിക്കുക എന്നതല്ലാതെ നമുക്ക് മറ്റു വഴികളൊന്നുമില്ല, അല്ലേ? എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഒരു സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്നത് പോലെ സന്തോഷം ലഭിച്ചാൽ എങ്ങനെയുണ്ടാവും? ഹാപ്പിനെസ് എന്ന ഒരു ബട്ടൺ നിങ്ങൾ അമർത്തുന്നതോടെ നിങ്ങളുടെ സകല ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുകയും ചെയ്താൽ എങ്ങനെയുണ്ടാകും? ഡെൽഗാഡോ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ഡെൽഗാഡോയെ സമീപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് ബട്ടൺ സ്വന്തമാക്കാൻ സാധിച്ചേനെ. ഡെൽഗാഡോ വികസിപ്പിച്ചെടുത്ത സ്റ്റിമോസീവർ എന്ന റേഡിയോ ഫ്രീക്വൻസി ഉപകരണം ഉപയോഗിക്കുന്നവർക്ക് സ്വിച്ച് അമർത്തിക്കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഡോക്ടർ ഹൊസെ ഡെൽഗാഡോയുടെ ചികിത്സയിൽ കഴിഞ്ഞ മാനസിക രോഗികൾ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് സ്വയം സന്തോഷം കണ്ടെത്തിയിട്ടുമുണ്ട് എന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. തലച്ചോറിലേക്ക് നിർദ്ദേശങ്ങൾ അയക്കാനും അതുവഴി തലച്ചോറിലെ വിവിധ ഭാഗങ്ങളെ വൈദ്യുതി കൊണ്ട് ഉത്തേജിപ്പിക്കാനും കൂടാതെ തലച്ചോറിലെ EEG തരംഗങ്ങളെ വായിക്കാനും അവയെ പുറത്തേക്ക് അയച്ചുകൊണ്ട് നിരീക്ഷിക്കാനുമൊക്കെ ഡെൽഗാഡോ വികസിപ്പിച്ചെടുത്ത ഒരു നാണയത്തിന്റെ വലുപ്പം മാത്രമുള്ള റേഡിയോ ഫ്രീക്വൻസി ഉപകരണമാണ് സ്റ്റിമോസീവർ. മൃഗങ്ങളുടെ തലച്ചോറിൽ ഇലക്ട്രോഡുകൾ ഇംപ്ലാന്റ് ചെയ്ത് റിമോട്ടുകൾ കൊണ്ട് അവയുടെ സ്വഭാവവും പെരുമാറ്റവും നിയന്ത്രിക്കാൻ സാധിച്ച ഡെൽഗാഡോയ്ക്ക് മനുഷ്യ മസ്തിഷ്കങ്ങളിൽ തന്റെ സ്റ്റിമോസീവർ ഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ സ്വഭാവവും പെരുമാറ്റവും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. മനുഷ്യരിൽ തീവ്രമായ സന്തോഷവും ഉല്ലാസവും ചിരിയും സൗഹൃദവും ശാന്തതയും പോലെയുള്ള അവസ്ഥകൾ ഉളവാക്കാൻ ഡെൽഗാഡോയ്ക്ക് റിമോട്ടുകളുടെ സഹായത്തോടെ കഴിഞ്ഞു. അതിനാൽ തന്നെ മനോരോഗികളിൽ സന്തോഷമുണ്ടാക്കാനായി ഡെൽഗാഡോ തന്റെ സ്റ്റിമോസീവർ ഉപയോഗിച്ചു പോന്നിരുന്നു. വിഷാദവും മറ്റു മനോരോഗവുമുള്ള തന്റെ രോഗികളുടെ തലച്ചോറിൽ വികാരങ്ങൾ ഉളവാകുന്ന ഭാഗത്ത് ഡെൽഗാഡോ സ്റ്റിമോസീവർ ഘടിപ്പിക്കുകയും തുടർന്ന് റിമോട്ടിൽ ബട്ടൺ അമർത്തുന്നത് വഴി ഡെൽഗാഡോ അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. കടുത്ത ശാരീരിക വേദനകൾ അനുഭവിച്ചിരുന്ന തന്റെ രോഗികൾക്ക് തങ്ങളുടെ വേദനകൾ അറിയാൻ കഴിയാത്ത വിധത്തിലുള്ള തീവ്രതയിൽ സന്തോഷം നൽകാൻ സ്റ്റിമോസീവറിന്റെ സഹായത്തോടെ ഡെൽഗാഡോയ്ക്ക് കഴിഞ്ഞിരുന്നു. മനുഷ്യന്റെ സന്തോഷത്തിന് കാരണമാകുന്ന തലച്ചോറിലെ ന്യൂറോണുകളെ വൈദ്യുതി ഉത്തേജനത്തിലൂടെ ഉണർത്തുന്നത് വഴിയാണ് ഇത് സാധ്യമാകുന്നത്. തലച്ചോറിൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ചുള്ള ചികിത്സയിലൂടെ രോഗലക്ഷണം കുറയുന്ന ഡെൽഗാഡോയുടെ രോഗികൾക്ക് ആശുപത്രി വിടാം. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് ഉത്തേജനത്തിനായും സ്റ്റിമോസീവറിന്റെ പരിശോധനയ്ക്കായും മറ്റും വന്നാൽ മതിയാവും. എന്നാൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ച ചിലർ ആശുപത്രി വിടുമ്പോൾ താൻ അവർക്ക് റിമോട്ടുകൾ കൊടുത്തുവിടാറുണ്ടായിരുന്നുവെന്നും അതിനാൽ തന്നെ ഉത്തേജനം ആവശ്യമെന്ന് തോന്നിയാൽ അവർക്ക് സ്വയം സ്വിച്ചുകൾ നിയന്ത്രിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു എന്നുമൊക്കെ ഡെൽഗാഡോ പറഞ്ഞിരുന്നു. ഈ ലോകത്ത് ആകപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ. ഉള്ള ജീവിതം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഹാപ്പിയായി ജീവിക്കണമെന്ന ആശയം കൊണ്ട് നടക്കുന്നവരും തങ്ങൾ അനുഭവിക്കുന്ന തീവ്ര ദുഃഖത്തിൽ നിന്ന് കരകയറി സന്തോഷത്തിലേക്ക് എത്താൻ ഒരു സ്വിച്ച് അമർത്തിയാൽ മതി എന്നുമൊക്കെ അറിയുന്നവർ ഒരുപക്ഷെ ഈ ഹാപ്പിനെസ് സ്വിച്ച് തേടിപ്പോയേക്കാം. എന്നാൽ സ്റ്റിമോസീവർ പോലെയുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നവർ കൊടുക്കേണ്ട വില വളരെ വലുതാണ്. വിലയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പണമല്ല എന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. തന്റെ പരീക്ഷണങ്ങളിൽ സ്റ്റിമോസീവർ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ച ഒരു വ്യക്തിയോട് കൈപ്പത്തി തുറന്ന് വിരലുകൾ നീട്ടിവെക്കാൻ ശ്രമിക്കണമെന്ന് ഡെൽഗാഡോ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ ഇച്ഛ കൊണ്ട് കൈപ്പത്തി തുറന്ന് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ അയാൾ ശ്രമിച്ചപ്പോൾ തന്റെ വിരലുകൾ ചുരുണ്ട് കൈ അടഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് അയാൾക്കുണ്ടായത്. തന്റെ ഇച്ഛയ്ക്കൊത്ത് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ കഴിയാഞ്ഞതിന്റെ പരിഭവത്തിൽ അയാൾ ഡെൽഗാഡോയോട്, ഡോക്ടർ, നിങ്ങളുടെ വൈദ്യുതി എന്റെ ഇച്ഛയേക്കാൾ ശക്തമാണെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് പറഞ്ഞു. അയാൾ തന്റെ വിരലുകൾ നീട്ടിപ്പിടിക്കാൻ ഇച്ഛിച്ചപ്പോൾ അയാളുടെ തലച്ചോറിൽ മോട്ടോർ കോർട്ടക്സിന്റെ ഭാഗത്ത് വിരലുകൾ നീട്ടി നിർത്താൻ പാകത്തിന് വൈദ്യുതി ഉണ്ടായി എങ്കിലും ആ വൈദ്യുതിയേക്കാൾ തീവ്രതയിലുള്ള വൈദ്യുതി വിരലുകൾ ചുരുട്ടാനായി അയാളുടെ മോട്ടോർ കോർട്ടക്സിന്റെ ഭാഗത്ത് ഡെൽഗാഡോ കൃത്രിമമായി നൽകിയതിനാലാണ് അയാൾക്ക് അയാളുടെ ഇച്ഛ കൊണ്ട് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ കഴിയാതിരുന്നത്. സ്വതന്ത്ര ഇച്ഛ തലച്ചോറിൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയേക്കാൾ തീവ്രതയിലുള്ള വൈദ്യുതി കൃത്രിമമായി നൽകാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ മസ്തിഷ്കത്തിന്റെ നേരിട്ടുള്ള കൃത്രിമത്വത്തിനെതിരെ വ്യക്തി പ്രതിരോധമില്ലാത്തവനാണെന്ന് ഡെൽഗാഡോയ്ക്ക് ബോധ്യപ്പെട്ടു. അതായത് ഏതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങളുടെ തലച്ചോറിൽ വൈദ്യുതി ഉത്തേജനം നൽകിക്കൊണ്ട് ആരെങ്കിലും നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഇച്ഛിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ നിയന്ത്രണം അയാളുടെ കൈകളിലായിരിക്കുമെന്ന് സാരം. മനുഷ്യരിൽ ഉല്ലാസവും സന്തോഷവും ചിരിയും സൗഹൃദവും ശാന്തതയും പോലെയുള്ള വികാരങ്ങൾ റിമോട്ടുകൾ കൊണ്ട് ഉളവാക്കിയ ഡെൽഗാഡോ പിന്നീട് തന്റെ സ്റ്റിമോസീവറും റിമോട്ടുകളും കൊണ്ട് മനുഷ്യരിൽ തീവ്രമായ ലൈംഗിക ചിന്തകളും കാമവും ക്രോധവും വൈരാഗ്യബുദ്ധിയും അക്രമവാസനയും വിഷാദവും ഉത്കണ്ഠയും പോലെയുള്ള അവസ്ഥകൾ ഉളവാക്കി. ഗിറ്റാർ വായിക്കുകയും ഉത്സാഹത്തോടെയും വൈദഗ്ധ്യത്തോടെയും പാടുകയും ചെയ്തുകൊണ്ടിരുന്ന തന്റെ രോഗിയുടെ നേർക്ക് ഡെൽഗാഡോ റിമോട്ട് ചൂണ്ടിക്കൊണ്ട് 1.2 മില്ലി ആംപിയർ വൈദ്യുതി അയച്ചു. അതിനെ തുടർന്ന് ഉത്തേജനത്തിന്റെ 7ാമത്തെ സെക്കൻഡിൽ അവൾ ഗിറ്റാർ വലിച്ചെറിയുകയും രോഷത്തോടെ മതിലിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. തുടർന്ന് കുറച്ചു മിനിറ്റ് തറയിൽ ചുറ്റി നടന്നതിന് ശേഷം അവൾ ക്രമേണ നിശബ്ദയാവുകയും അവളുടെ പതിവ് സന്തോഷകരമായ പെരുമാറ്റം പുനരാരംഭിക്കുകയും ചെയ്തു. തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ച മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ
പുറത്തുനിന്ന് റിമോട്ട് കൺട്രോളർ വഴി നൽകുന്ന നിർദ്ദേശങ്ങളെ ചെറുക്കാൻ സാധിക്കില്ല എന്ന് ഡെൽഗാഡോ കുറിച്ചിരുന്നു. യുവതിയിൽ കോപമുളവാക്കിയതുപോലെ തന്നെ ഡെൽഗാഡോ മറ്റൊരു യുവതിയിൽ ഉത്കണ്ഠ ഉളവാക്കിയിരുന്നു. റിമോട്ടിന്റെ നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് വഴി യുവതിയുടെ ഉത്കണ്ഠയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനുമൊക്കെ സാധിക്കുമായിരുന്നു എന്നാണ് ഫിസിക്കൽ കൺട്രോൾ ഓഫ് ദി മൈൻഡ് ടുവേർഡ്സ് എ സൈക്കോസിവിലൈസ്ഡ് സൊസൈറ്റി എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്. കൂടാതെ മനുഷ്യരിൽ വൈദ്യുതി ഉത്തേജനം നൽകിക്കൊണ്ട് ഡെൽഗാഡോയ്ക്ക് അവരിൽ തീവ്രമായ കാമവും ലൈംഗിക ചിന്തകളും സൃഷ്ടിക്കാൻ കഴിഞ്ഞതിനെപ്പറ്റിയും വൈദ്യുതി ഉത്തേജനത്തെ തുടർന്ന് 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയിൽ ജെൻഡർ കൺഫ്യൂഷൻ, അതായത് താൻ ആണാണോ പെണ്ണാണോ എന്ന സംശയം ഉണ്ടായതിനെപ്പറ്റിയും ഡെൽഗാഡോ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടായ ആൺകുട്ടിക്ക് ഒരു പെണ്ണാകണമെന്ന് പറഞ്ഞതിനെപ്പറ്റിയും കൂടാതെ അവന് തന്റെ മുന്നിലിരുന്ന പുരുഷനോട് ഇഷ്ടം തോന്നിയതിനെ തുടർന്ന് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടതിനെപ്പറ്റിയുമൊക്കെ വളരെ വിശദമായിട്ടാണ് ഡെൽഗാഡോ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. തലച്ചോറിൽ കൃത്രിമമായി വൈദ്യുതിയുത്തേജനം നൽകിക്കൊണ്ട് മനുഷ്യരുടെ ചലനങ്ങളും വികാരങ്ങളും നിയന്ത്രിച്ച ഡെൽഗാഡോ പിന്നീട് തലച്ചോറിന്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ വൈദ്യുതി നൽകി ഉത്തേജിപ്പിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തി. പരീക്ഷണത്തിൽ ഡെൽഗാഡോയ്ക്ക് ആളുകളിൽ കൃത്രിമമായ ഓർമ്മകൾ ഉണ്ടാക്കാൻ സാധിച്ചു. അതായത് ഉത്തേജനം നൽകിയതിനെ തുടർന്ന് അവരിൽ മിഥ്യാ ഓർമ്മകളും മിഥ്യാ ചിന്തകളും ഉളവായി. താൻ ചെയ്യാത്ത ഒരു കൊലപാതകം ചെയ്തതായി ഒരാളുടെ ഓർമ്മയിലുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? അതും വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി താൻ ആരെ എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് കൊന്നു എന്നും കൊല്ലുമ്പോൾ ഇരയിട്ടിരുന്ന വസ്ത്രങ്ങൾ എന്തായിരുന്നു, അവയുടെ നിറം എന്തായിരുന്നു, എത്ര മണിക്കാണ് താൻ കൊല നടത്തിയത് എന്നു തൊട്ടുള്ള ഓർമ്മകൾ ഒരാളിലുണ്ടായാൽ എങ്ങനെയിരിക്കും? അയാൾ കൊല ചെയ്തിട്ടില്ലെങ്കിലും അയാളുടെ ഓർമ്മകളിൽ അയാൾ കൊലപാതകം ചെയ്തതായി ഉള്ളതുകൊണ്ട് തന്നെ താനൊരു കൊലപാതകയാണെന്ന് സ്വയം വിശ്വസിക്കുകയും കുറ്റബോധത്തോടെ ജീവിക്കുന്ന അവസ്ഥ പോലുള്ള അവസ്ഥകളിലേക്ക് അയാളെ അത് നയിക്കുകയും ചെയ്യും. ചിലപ്പോൾ ചെയ്യാത്ത കുറ്റം അയാൾ ഏറ്റുപറഞ്ഞെന്ന് വരെയിരിക്കും. കൃത്രിമ ഉത്തേജനത്തെ തുടർന്ന് ആളുകളിൽ ഇതുപോലുള്ള മിഥ്യാ ഓർമ്മകൾ ഉണ്ടായി എന്ന് മാത്രമല്ല, ആളുകൾക്ക് തങ്ങൾ കാണാത്തതും കേൾക്കാത്തതും സംഭവിക്കാത്തതുമായ കാര്യങ്ങൾ യാഥാർത്ഥ്യമെന്നതുപോലെ തന്നെ കാണാനും കേൾക്കാനും വികാരങ്ങളോടുകൂടി തന്നെ അവയെ അനുഭവിക്കാനും കഴിഞ്ഞിരുന്നു. ഡെൽഗാഡോ ഇതിനെ അതിസങ്കീർണമായ ഹാലൂസിനേഷനുകൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരാളിൽ ഭയമുളവാകുകയും തൻ്റെ നേർക്ക് എന്തോ വന്നു എന്നും അതെന്താണെന്ന് തനിക്ക് അറിയില്ല, ഒരു മൃഗത്തെപ്പോലെ തനിക്ക് തോന്നിയെന്നും പറഞ്ഞിരുന്നു. ചിലർ പാട്ടുകൾ തുടക്കം മുതൽ ഒടുക്കം വരെ അതും സ്വപ്നം കണ്ടുകൊണ്ട് കേട്ടിരുന്നതായി പറയുന്നു. അതേസമയം തന്നെ പലർക്കും ശക്തമായ ദേജാവു അനുഭവപ്പെട്ടു. അതായത് ഇപ്പോൾ തനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതാണ് എന്ന് ശക്തമായി ഒരാൾ വിശ്വസിക്കുന്ന അവസ്ഥ പലരിലും ഉളവായി. ശരീര മാനസിക വികാര നിയന്ത്രണങ്ങൾ കൂടാതെ മസ്തിഷ്കങ്ങളുടെ പല ഭാഗങ്ങളെ വൈദ്യുതി കൊണ്ട് ഉത്തേജിപ്പിക്കുന്നത് മൂലം കുരങ്ങുകളും പൂച്ചകളും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് 1000% വർദ്ധിപ്പിക്കാനും പട്ടിണി കിടക്കുന്ന കുരങ്ങുകളിൽ ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാക്കാനും ഡെൽഗാഡോയ്ക്ക് സാധിച്ചു. കൂടാതെ കുരങ്ങുകളെ ഉണർത്തുക, ഉറക്കുക, കരയിക്കുക, കണ്ണ് ചിമ്മിപ്പിക്കുക, അവയുടെ വാ പൊളിപ്പിക്കുക തൊട്ട് അവയുടെ കണ്ണിന്റെ കൃഷ്ണമണികളുടെ വലിപ്പം കൂട്ടുക കുറയ്ക്കുക പോലെയുള്ള കാര്യങ്ങൾ വരെ ചെയ്യാൻ റിമോട്ടുകൾ കൊണ്ട് ഡെൽഗാഡോയ്ക്ക് സാധിച്ചിരുന്നു. സ്റ്റിമോസീവർ ഘടിപ്പിച്ചുകൊണ്ട് ആരെയും എങ്ങനെ വേണേൽ നിയന്ത്രിക്കാനും മാറ്റിയെടുക്കാനും സാധിക്കുമെന്ന് ഡെൽഗാഡോയ്ക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം തന്റെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഏത് തരത്തിലുള്ള മനുഷ്യരെയാണ് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഡെൽഗാഡോ ചോദിച്ചത്. 11 വയസ്സുകാരൻ ഒരു ആൺകുട്ടിയുടെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് അവന്റെ മനോനില തെറ്റിക്കാനും അവനിൽ ജെൻഡർ കൺഫ്യൂഷൻ തൊട്ട് സ്വവർഗ ഇഷ്ടം പോലുള്ള കാര്യങ്ങൾ ഉളവാക്കാനും കഴിഞ്ഞ ഡെൽഗാഡോയ്ക്ക് ആരെയും എങ്ങനെ വേണേൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. സന്തോഷത്തിനായും ഉല്ലാസത്തിനായും സ്റ്റിമോസീവർ ഘടിപ്പിക്കുന്നവർ കൊടുക്കേണ്ട വില അവരുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യവും സ്വയേച്ഛയുമാണ്. സ്റ്റിമോസീവർ പോലെയുള്ള റേഡിയോ ഫ്രീക്വൻസി ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിനെയും ശരീരത്തെയും വേണ്ടവിധം ട്യൂൺ ചെയ്ത RF റിമോട്ടുകൾ കൊണ്ട് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ മനുഷ്യരിൽ സ്റ്റിമോസീവർ പോലെയുള്ള ബ്രെയിൻ ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കൃത്രിമമായി മനുഷ്യരുടെ മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യരുടെ കോപവും അക്രമ സ്വഭാവവും മറ്റ് ദോഷകരമായ വികാരങ്ങളുമൊക്കെ അവരിൽ ഇല്ലാതാക്കി അവരെ വിധേയത്വവും സന്തോഷവും സംതൃപ്തിയുള്ളവരുമാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഒരു പുതിയ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനെപ്പറ്റി ഡെൽഗാഡോയ്ക്ക് അഭിപ്രായമുണ്ടായിരുന്നു. സൈക്കോസിവിലൈസ്ഡ് സൊസൈറ്റി എന്നാണ് ഡെൽഗാഡോ ഈ ആശയത്തെ വിളിച്ചത്. അതിനാൽ തന്നെ സൈക്കോസിവിലൈസ്ഡ് സൊസൈറ്റിയുടെ പ്രവാചകൻ എന്ന പേരിലും ഡെൽഗാഡോ അറിയപ്പെട്ടിരുന്നു.